അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകൾ, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കൾ ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പീഡാനുഭവവാരത്തിലേക്ക് നമ്മൾ പതുക്കെ പ്രവേശിക്കുക. ഞാൻ ഇന്നലെ നിങ്ങളോട് എന്താ പറഞ്ഞത്? ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടാൻ പോകുന്നെന്ന് വേണം വിശ്വാസി കരുതാൻ. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്ന് പറയരുത്. ചില ആൾക്കാർ പറയത്തില്ലേ, ഞാൻ ദൈവത്തിനോട് അധികം അടുക്കണില്ല, അധികം അടുത്ത അപകടമാണ്, അധികം അടുത്ത സങ്കടമായിരിക്കും. എൻ്റെ മക്കളെ അടുത്താലും അടുത്തില്ലെങ്കിലും ഓരോരുത്തരുടെ ഭാരങ്ങൾ അവനോ വഹിച്ചേ പറ്റത്തുള്ളൂ. ഗലാത്യർ 6:5 എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതി. സ്വന്തം ഭാരം വഹിച്ചേ മതിയാവും. അപ്പം നിങ്ങൾ പറയും ദൈവത്തോട് ഞാൻ അടുക്കത്തില്ല, ദൈവത്തോട് അടുത്താൽ കുരിശായിരിക്കും. അതുകൊണ്ട് ചില ആൾക്കാർ നിങ്ങൾ ദൈവത്തോട് അടുത്തില്ലെങ്കിലും കുരിശായിരിക്കും. എന്താ കാര്യം? അതായത് എൻ്റെ വിഷയം ഇതിനെ അഭിമുഖീകരിക്കുക എന്നല്ലാതെ പേടിക്കുക എന്നുള്ള ഒരു വിഷയമില്ല. ഈ മിശാചരിത്രം പണ്ട് ജീസസ് എന്നും പറഞ്ഞ് ഒരു സിനിമ കണ്ടിട്ട് 75 സിനിമയാണ് ജീസസ്, മലയാള സിനിമയാണ്. അതിനുശേഷം പിന്നെ മിശാചരിത്രം വന്നു, പിന്നെ ജീസഫ് നാസറത്ത് വന്നു, പിന്നെ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ വന്നു, പിന്നെ അവസാനം പാഷൻ ഓഫ് ക്രൈസ്റ്റ് വന്നു. ഇപ്പോഴും അടുത്ത സിനിമ ഈശോയെക്കുറിച്ച് വരാൻ പോകും. ഇപ്പം ജീസസ് ഞാൻ കാണുന്നത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് എന്നെ വല്ലാതെ അങ്ങ് ബാധിച്ചൊരു സംഭവം അറിയുക, ഈ കുരിശ് കാണുമ്പോൾ കർത്താവ് ഇങ്ങനെ 2 കൈയോടും കോരിയെടുത്ത് ഇതിനെ ചുംബിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര കാഴ്ച, എൻ്റെ മനസ്സിന് മറക്കാത്തൊരു കാഴ്ചയാണ്. കുരിശിനോടുള്ള ക്രിസ്തുവിൻ്റെ ഒരു സമീപനമേ ഒരു വല്ലാത്ത സമീപനമാണ്. ഇപ്പം നിങ്ങൾ കുരിശല്ല പ്രശ്നം. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ല എന്താണ്, ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടുമെന്ന് ഓർക്കണം. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്നല്ല ഓർക്കേണ്ടത്, അത് പിശാചൻ അങ്ങനെ ഓർക്കണത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ചിലത് ജീവിതത്തിൽ കുരിശായിരിക്കും. നമ്മൾക്ക് അത് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ എന്താണ്, കനത്ത തോളുണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അതാണ് ഈശോ പറയണത്, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ. ഇപ്പം രണ്ടാമത്തെ ഈശോ ഗെത്സെമനിൽ പോയി പറഞ്ഞത് എന്താ? രണ്ടാമത് ഈശോ ഗെത്സെമനിൽ പോയി പ്രാർത്ഥിക്കണത് എന്താ? രണ്ടാമതും മൂന്നാമതും അത് തന്നെ പറയണത്, വാക്കിലൊന്നും മാറ്റമൊന്നും ഇല്ല. മത്തായി 26:42 രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അതാണ് സാധനം. അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന വിട്ടപ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് ഏറെക്കുറെ ഈശോ കിട്ടിയിട്ടുണ്ട്. ജീസസ് നോ ഓപ്ഷൻ, ഇതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അവരുടെ പ്രാർത്ഥന ഈശോ ചേഞ്ച് ചെയ്യാനാ കണ്ടില്ലേ? എന്താ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ഇഷ്ടം നിറവേറുക എന്നുള്ളതാണ്. കുരിശ് മാറ്റുക എന്നതിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കനത്ത തോളുണ്ടാക്കണതാണ് പ്രശ്നമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതാണ് ഈശോ ഉണ്ടാക്കിയത്. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞില്ലേ, അതാണ് കനത്ത തോള്. അവിടെ വെച്ചാണ് ഈശോ കുരിശ് ചുംബിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ.
അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടിസമുള്ള കുഞ്ഞുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അതിനെ ചുംബിക്കണം. എന്താ കാര്യം? കർത്താവ് അറിഞ്ഞ് നിനക്ക് തന്ന കുരിശ്, അത് ഉള്ളിടത്തോളം കാലം അതിനെ സൂക്ഷിക്കണം. ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാരപ്പെട്ട ജോലി ഒരു ഓട്ടിസം കുഞ്ഞിനെ സൂക്ഷിക്കുന്നതാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ഞാനൊരു ദിവസം 2-3 ഒക്കെ ആൾക്കാരെ കാണത്തില്ലേ, എല്ലാം ചെറുപ്പകാരികളല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി മനസ്സ്. ഞാൻ പുറത്ത് കാണിക്കത്തില്ല. അതുങ്ങൾ ആ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പം ഞാൻ ഓർക്കും, നമ്മളൊരു മഠത്തിൽ ചേർന്ന് ഒരു സിസ്റ്ററായിട്ട് ജീവിക്കണം വിചാരിച്ചു. ആ അനുസരണ, പിന്നെ അതുതന്നെ വ്രതവാഗ്ദാനത്തിലൂടെ, അതുപോലെ തന്നെ നമ്മളുടെ ചാസ്റ്റിറ്റി, ശുദ്ധത, പിന്നെ ദാരിദ്ര്യം ഒക്കെ കീപ്പ് ചെയ്ത് ഒരു സിസ്റ്റർ ജീവിക്കണില്ലേ. അവരുടെ വ്രതത്തിലൂടെയാണ് ഒരു വിശുദ്ധകളായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. എന്നുവെച്ചാൽ അതായത് ആ വ്രതശുദ്ധിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അമ്മയ്ക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത്. പക്ഷെ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എല്ലാം ഈശോയെ പ്രതിയായിരിക്കണം. ഒരു കുരിശ് നമ്മൾ പറയണത് കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ എന്നല്ല പറയണത്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നാണ് പറയണത്. അല്ല, കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ രക്ഷിക്കാമെന്നല്ല പറയണത്. എന്താ പറയണത്? വിശുദ്ധ കുരിശിൻ്റെ എന്ന് വെച്ചാൽ ഒരു കുരിശ് പിതാവിൻ്റെ പേരിലെടുത്തപ്പോഴാണ് ഈശോയ്ക്ക് അത് വിശുദ്ധ കുരിശായത്. അതാണ് ഈശോ പറയണത്, എൻ്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് വിശുദ്ധ കുരിശായി. ഈശോയുടെ കുരിശ് ഈശോ അത് പിതാവിൽ നിന്ന് സ്വീകരിച്ച കാരണം ആ കുരിശ് വിശുദ്ധ കുരിശായി. 2 കള്ളന്മാരുടെ കുരിശുണ്ട് അവിടെ, അത് വിശുദ്ധ കുരിശല്ല, സാധാരണ കുരിശാണ്. അത് ശാപം പിടിച്ച കുരിശ് തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളുടെ ഒരു സങ്കടത്തെ, ഒരു സഹനത്തെ ശാപമായിട്ടെടുക്കാം, അതേസമയം വിശുദ്ധ കുരിശായിട്ട് എടുക്കാം. കാര്യം അപ്പോൾ ഉയർപ്പ് സുനിശ്ചിതമാണ്. ഇപ്പോൾ ഓട്ടിസം പിടിച്ച ഒരു കുഞ്ഞിനെ സൂക്ഷിക്കുമ്പോൾ ഓർക്കുന്നത് നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ മാതാവിന് നേരെ കണ്ട ആളാണ്, 1 അല്ല 2 പ്രാവശ്യം. അപ്പോൾ നിത്യജീവിതം എന്താണെന്ന് എനിക്ക് നല്ല സുന്ദരമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ ചുംബിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ നിങ്ങൾ രോഗികളെ, നേഴ്സുമാർ, എന്തുമാത്രം നേഴ്സുമാരാണ് അവിടെ എഴുതിയിരിക്കണേ. അപ്പോൾ അവരാ രോഗികളെ പോയി കാണുമ്പോൾ അവരെ കർത്താവ് നമുക്ക് ശുശ്രൂഷിക്കുമ്പോൾ അവരെ ആദരവോടെയാണ് അതിനോട് ചെയ്യേണ്ടത്. അത് കർത്താവിൻ്റെ കുരിശാണെന്ന രീതിയിൽ ആദരവോടെ. അപ്പം അത് എല്ലാ കാര്യവും ഇങ്ങനെ വീടുകളിലാണെങ്കിലും നമുക്ക് ക്ലേശം പിടിച്ച വിഷയങ്ങൾ ചെയ്യുമ്പോൾ ആ കുരിശിനെ നിങ്ങൾ വിശുദ്ധ കുരിശാക്കണം. എങ്ങനെയാണ്? അത് സാധാരണ കുരിശായിരിക്കും. രോഗിയായ അമ്മുമ്മ വീട്ടിൽ കിടക്കുകയല്ലേ, സാധാരണ കുരിശാണത്. പുറം മുള്ളും എല്ലാം കട്ടലയിലാണ്, കുരിശാണ്. ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയും മലപാടി ചത്താൽ മതിയായിരുന്നെന്ന് പറയും ഇവർ. ആര്? നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു പോകും മനുഷ്യൻ. പക്ഷേ എന്നിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലും കർത്താവേ ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞത് വിശുദ്ധ കുരിശാക്കി മാറ്റണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം നിത്യത നമുക്ക് ഉറപ്പായി മുന്നോട്ട് പോകാൻ എന്തുമാത്രം അവസരങ്ങളുണ്ട്. ഈ വിശുദ്ധ വാരത്തിൽ എല്ലാം വിശുദ്ധമാക്കി മാറ്റാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ സാക്ഷ്യം വരാൻ അനുവദിച്ച ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് അലീന ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ മായന്നൂർ ഇടവകയിൽ നിന്നും വരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു വീടില്ലായിരുന്നു. 2023 ഓഗസ്റ്റ് 15 ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പള്ളിയിലുള്ളൊരു ചേച്ചി വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി അറിയുന്നതും. അങ്ങനെ എനിക്ക് നല്ലൊരു വീടില്ലായിരുന്നു. 60 വർഷം പഴക്കമുള്ളൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കോൺവെൻറ്റിലൊരു സിസ്റ്റേഴ്സിൻ്റെ ഹെൽപ്പ് വഴി ഒരു വീടിനുള്ളത് ശരിയാവുകയും വെറും 3 മാസം കൊണ്ട് വീടിൻ്റെ എല്ലാ പണിയും പൂർത്തിയാക്കി വീട്ടിൽ കയറാനായിട്ടും സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് അത് ഒരിക്കലും പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. കാരണം ഒരു പൈസ പോലും എടുക്കാനില്ലാത്ത ടൈമിലായിരുന്നു ഞങ്ങൾക്ക് ആ വീട് പണി നടന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഞാൻ +2 ശേഷം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എല്ലാവരും പറയുന്നതാണ് B2 എക്സാം പാസ്സാവാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ ഞാൻ എൻ്റെ കഴിവിൽ വിശ്വസിച്ചു.
പഠിച്ചാൽ കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ 2024 ഫെബ്രുവരി മാസത്തിൽ ഞാൻ B2വിന് ആദ്യമായിട്ട് ഡേറ്റ് എടുത്തു. 4 മൊഡ്യൂളിനും ഡേറ്റ് എടുത്തു. ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 4ഉം ഫെയിലായി. അങ്ങനെ വീണ്ടും 2 മൊഡ്യൂളിന് ഡേറ്റ് എടുത്തു. പക്ഷേ അതും ഫെയിലായി. അങ്ങനെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. പൈസ വീണ്ടും കൊടുക്കാനുള്ള പൈസ ഇല്ലാണ്ടായി. അങ്ങനെ ലാസ്റ്റ് ഞാൻ മാധവനോട് പറഞ്ഞു, ഞാൻ അവസാനമായിട്ട് ഒന്നും കൂടി എക്സാം എഴുതും. ഈ പ്രാവശ്യം എന്നെ പാസ്സാക്കി കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ നേർന്നു. പിന്നെ ജൂലൈ 4 എന്നൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ജൂണിൽ ഞാൻ എക്സാം എഴുതി. ജൂലൈ 4 തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ജൂലൈ 4 റിസൾട്ട് വരുന്നതിന് കുറച്ച് ദിവസം മുൻപ് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. ജനുവരി 2025 ജനുവരി 2-ാം തീയതി ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വേക്കൻസിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ജർമ്മനിക്ക് പോകാൻ. എല്ലാ കാര്യങ്ങളും നല്ല സ്പീഡായിട്ട് തന്നെ നടന്നു. ആ സമയത്ത് എനിക്ക് VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. മെയ് 1-ാം തീയതിക്കായിരുന്നു കോൺട്രാക്റ്റ്. പക്ഷേ ഓഗസ്റ്റ് ആയിട്ടും എനിക്ക് VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. 1 ലക്ഷം രൂപ കൊടുത്താൽ പോലും VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനായി. അങ്ങനെ ആ ഒരു ചാൻസ് എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ പകരം പോയ കുട്ടിക്ക് അവിടെ പോയിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം ലാഗാക്കുന്നത് ദൈവം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് തരാൻ വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ എനിക്ക് വേറൊരു ഏജൻസി കിട്ടി. അത് ഞാൻ ദൈവം തന്നതാണെന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ അത് സെപ്റ്റംബറിൽ ഞാൻ അവിടെ നഴ്സിങ്ങിന് അവിടെ പ്രോസസ്സിങ്ങിന് കൊടുത്തു. പക്ഷേ പിന്നത്തോളം ജനുവരി ആയിട്ടും എനിക്കൊരു മൂവ്മെൻറ്റും അവിടെ നിന്ന് ഉണ്ടായില്ല. ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് തന്നില്ല. അങ്ങനെ ആ ഒരു ഹോപ്പും നഷ്ടപ്പെട്ടു. ആ സമയത്ത് എനിക്കൊരു വചനം കിട്ടി, നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. ഈ ഒരു വചനം എനിക്ക് ഒരുപാട് ശക്തി നൽകി. അങ്ങനെ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയിരുന്നു. അതുപോലെ ജോസഫ് അച്ഛനെ വന്ന് കണ്ട എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ അച്ഛൻ മാതാവിനെ തൊട്ട് പ്രാർത്ഥിക്കുകയും എനിക്ക് വെഞ്ചരിച്ച കാശുരൂപം നൽകുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഓപ്ഷനായിട്ടൊരു ഏജൻസി കിട്ടി. അതിലും തടസ്സങ്ങൾ വന്നു. എന്നാലും ഞാൻ മാതാവിലും ഈശോയിലും ഉറച്ച് വിശ്വസിച്ചു. ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ എനിക്ക് എൻ്റെ വീട്ടിലെ മെഴുതിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു. അപ്പോൾ മുന്നോട്ട് പോയിക്കോ എന്നുള്ളൊരു സൈനായിട്ട് ഞാൻ അതിനെ കണ്ടു. അങ്ങനെ മെയ് 5-ാം തീയതിക്ക് എനിക്ക് VFSന് ഡേറ്റ് കിട്ടി. എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ സബ്മിറ്റ് ചെയ്തു. മാതാവിൻ്റെ വണക്കമാസത്തിൽ തന്നെ എനിക്ക് വിസ നൽകണം, അതുപോലെ 7-ാമത്തെ പേജിൽ തന്നെ എനിക്ക് വിസ വേണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. 2 മാസമൊക്കെ എടുക്കുന്ന വിസ എനിക്ക് വെറും 12 വർക്കിംഗ് ഡേയ്സിൽ എൻ്റെ വിസ 7-ാമത്തെ പേജിൽ തന്നെ എനിക്ക് മാതാവ് നൽകി. ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഗ്രേസ് കൊണ്ടാണ് എനിക്ക് ഈ വിസ നൽകിയത്. പിന്നെ ഞാൻ ഈ മാസം 13-ാം തീയതി ജർമ്മനിക്ക് പോവാണ്. ഇതാണ് എൻ്റെ വിസയും ടിക്കറ്റും. ഞാൻ എല്ലാ ദിവസവും എൻ്റെ പാസ്പോർട്ടിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി തൈലം പാസ്പോർട്ടിൽ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്, ഉപ്പിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ 2-ാമത്തെ സാക്ഷ്യം. എനിക്ക് പിന്നെ കുറച്ച് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു 3-4 വർഷമായിട്ട് എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുറേ വട്ടം തുമ്മും. എനിക്ക് പഠിക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷനായി. കുറേ ഡോക്ടേഴ്സിനെ കണ്ടു, മരുന്ന് കഴിച്ചു, നേസൽ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തു, എന്നാലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ അലർജി പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. എനിക്കിപ്പോൾ ആ അലർജിയുടെ പ്രശ്നമില്ല. നോർമൽ ജലദോഷം വരുന്നല്ലാണ്ട് അലർജിയുടേതായിട്ടുള്ളൊരു പ്രശ്നവുമില്ല. അതിൻ്റെ ഒരു മരുന്നും ഞാനിപ്പോൾ കഴിക്കാറില്ല. അതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരാറുണ്ട്. പിന്നെ പീരീഡ്സ് വളരെ പെയിനായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് എനിക്ക് PCODയും കിഡ്നി സ്റ്റോണും ഉണ്ടായിരുന്നു. അങ്ങനെ മരുന്നുകളൊന്നും കഴിച്ചിട്ടും കുറവായില്ല. അങ്ങനെ മാതാവിൻ്റെ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നത്തെ സ്കാനിങ്ങിൽ PCODയും കിഡ്നി സ്റ്റോണും പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് തലവേദന ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയുടെ തലവേദന ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി. ഇപ്പോൾ ആ തലവേദന വരാറേ ഇല്ല. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം ബസ് സ്റ്റാൻഡിലും പള്ളികളിലും കൊടുക്കാറുണ്ട്. അതുപോലെ ഉടമ്പടി പത്രത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലം തേച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതുപോലെ ഞാനിവിടെ എല്ലാ മാസം എനിക്ക് വരാൻ കഴിയാത്തപ്പോൾ ഈ ഉടമ്പടി പത്രം സ്ക്രീൻഷോട്ട് എടുത്ത് PDF ആക്കിയിട്ട് ഷെയർ ചെയ്യാറുണ്ട്.
അതുപോലെ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഡെയിലി ബ്രെഡ് കണ്ട് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. ആത്മീയമായിട്ടും എനിക്ക് ഒരുപാട് വളരാനായിട്ട് സാധിച്ചു. എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് പോകാനും കറക്റ്റായിട്ട് കുമ്പസാരിക്കാനും എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പൊതിച്ചോറ് കെട്ടി ബസ് സ്റ്റാൻഡിലും രോഗികളായിട്ടുള്ളവരുടെ വീട്ടിലും കൊടുക്കാറുണ്ട്. പിന്നെ സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ച് അവിടുത്തെ കുട്ടികളോട് കൂടെ അവരുടെ കുട്ടികളോട് ടൈം സ്പെൻഡ് ചെയ്യാനും അവരുടെ കൂടെ ഇരിക്കാനും എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ ക്രൈസ്റ്റ് വില്ല എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് പാട്ട് പാടാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പള്ളിയിൽ സെൻറ്റ് ആൻ്റണീസ് ബ്രെഡ് എന്ന് പറയുന്ന പാവങ്ങൾക്ക് വേണ്ടി അരി വാങ്ങിക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അതിൽ കഴിയാവുന്ന വിധത്തിൽ പൈസ ആയിട്ട് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. 2 സാമുവേൽ 22:36. രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു, അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അലീന ഫ്രാൻസിസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. നീണ്ട നാളത്തെ ആഗ്രഹമായിരുന്നു. 60 വർഷം പഴക്കമുള്ള വീട്ടിലായിരുന്നു ഈ മകളുടെ താമസമൊക്കെ. നിരവധിയായ സിസ്റ്റർമാരുടെ ഇടപെടലിലൂടെ ഈ മകൾക്ക് ഉടമ്പടിയിൽ പ്രാർത്ഥന ദൈവം സമർപ്പിച്ചതിൻ്റെയൊക്കെ രീതിയിൽ ഈ മകൾക്ക് നല്ലൊരു വീട് പണിയുവാനായിട്ട് സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള ഈ മകളുടെ ആഗ്രഹവും പരിശുദ്ധ മാതാവ് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം കഴിവിൽ അല്ല, അവിടുത്തെ കൃപയിലാണ് ഇതെല്ലാം എനിക്ക് നേടിത്തെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലൂടെയാണ് ഈ മകള് തൻ്റെ സാക്ഷ്യം നമുക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി തരിക. എപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളോടൊപ്പവും ഈ മകളുടെ ജീവിതയാത്രയിൽ പരിപാലനമായിട്ട് ഉണ്ടായിരുന്നെന്ന് നമുക്ക് വളരെ വ്യക്തമായിരുന്നു. അതുപോലെ തന്നെ ഈ മകളുടെ ജീവിതത്തിൽ സാധിക്കുന്ന രീതിയിലുള്ള പ്രതീക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളുമൊക്കെ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ ആശ്വാസമാകാനായിട്ട് ഈ മകൾക്ക് സാധിക്കുകയുണ്ടായി. ഇതെല്ലാം സാധ്യമായത് രക്ഷയുടെ പരിചയമായ ഉടമ്പടിയോട് ചേർന്നുകൊണ്ടുള്ള ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും കരുതലും എന്നും എപ്പോഴും ഈ മകളോടൊപ്പം ഉണ്ടാകുകയുണ്ടായിരുന്നു. ഈ മകൾക്ക് നൽകിയ എല്ലാ ദൈവാനുഗ്രഹങ്ങളെ ഓർത്തും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാനായിട്ട് ഈ മകളെ ഒരുക്കിനെ ഓർത്ത് നമുക്കെല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധ അമ്മയ്ക്ക് മുമ്പിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റിയതിന് ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനു. ഞാൻ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പാലയമാട് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. സെൻറ്റ് തോമസ് ചർച്ച് പാലയമാട് ഇടവക അംഗമാണ്. ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞത് എൻ്റെ ഒരു ആൻറ്റി വഴിയാണ്. ആൻറ്റി സ്ഥിരമായിട്ട് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻറ്റി ഡെയിലി അയച്ചു തരുന്ന സാക്ഷ്യങ്ങളും അതുപോലെ ഡെയിലി ബ്രെഡും ഒക്കെ ആദ്യമേ കണ്ടു തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ ഈ സാക്ഷ്യങ്ങൾ സ്ഥിരമായി കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃപാസനത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളും എല്ലാം മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 സെപ്റ്റംബർ 3-നാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഞാൻ ഉടമ്പടി ഉണ്ടായ റീസണാണ് ഞാൻ പറയുന്നത്. ഞാൻ 2020 മുതൽ 2024 വരെ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് 4 വർഷം തോളം അവിടെ നിന്നു. അപ്പം 2 മക്കളുണ്ട്. ഹസ്ബൻഡ് ഖത്തറിലാണ്. പിന്നെ മാതാപിതാക്കളൊക്കെ കുറച്ച് ഏജ്ഡ് ആണ്. അപ്പം അവർക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നു തുടങ്ങി. അപ്പം മക്കളെ നോക്കുന്നതൊക്കെ അവരാണ്. അപ്പം അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വന്നു തുടങ്ങിയപ്പം പിന്നെ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു മെൻ്റലി ഭയങ്കര ഒരു ഡിഫിക്കൽട്ടീസൊക്കെ വന്നപ്പം എനിക്ക് എങ്ങനെയാണെങ്കിലും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിലെത്തി. ആ സമയത്താണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞാൻ റിസൈൻ വെക്കാൻ ഉള്ള എല്ലാ പേപ്പേഴ്സും ഫോർവേഡ് ചെയ്തു. പക്ഷെ എനിക്ക് അറിയത്തില്ല നാട്ടിൽ വന്നു കഴിയുമ്പം എന്താ ചെയ്യണ്ടേ. ഞങ്ങളുടെ അടുത്തൊക്കെ ആണെങ്കിൽ അത്ര വലിയ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല, ചെറിയ ക്ലിനിക്സൊക്കെ ഉള്ളൂ.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ റിസൈൻ സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം സൗദിയിൽ ഞങ്ങൾക്ക് നമ്മുടെ പെൻഡിങ് വെക്കേഷൻസ് നമ്മൾ എക്സിറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ തന്നെ എടുത്ത് തീർക്കണം, നമ്മൾ നാട്ടിലേക്ക് വിടത്തില്ല. ആ സമയത്ത് ഞാൻ 2 മാസത്തോളം എനിക്ക് പെൻഡിങ് വെക്കേഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അവിടെ ഇരുന്ന് എനിക്ക് OET പണ്ട് മുതലേ ഉള്ളൊരു സ്വപ്നമായിരുന്നു. ഇവൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഡ്രീമായിരുന്നു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ OET പ്രിപ്പയർ ചെയ്യാം എന്ന് തീരുമാനിച്ച് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ നോർമൽ സ്റ്റേറ്റ് സിലബസ് മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് ഒരു 10-11 വട്ടം എഴുതിയിട്ടും കിട്ടാത്തവർ എൻ്റെ കൺമുമ്പിലുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. പിന്നെ മാതാവിൽ ഒത്തിരി വിശ്വാസം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഞാൻ എന്തായാലും OET എഴുതാൻ പോവാണ്, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ OET തന്നേക്കണേന്ന് പറഞ്ഞു. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്, വീട്ടിൽ മക്കളുണ്ട്, അപ്പോൾ അവിടെ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോൾ മാതാവ് എനിക്ക് OET എഴുതാനുള്ളൊരു ധൈര്യം എനിക്ക് തന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു 2 മന്ത്സ് ഞാൻ അവിടെ ഇരുന്ന് നന്നായിട്ട് എഫേർട്ട് ഇട്ട് ഞാൻ എഴുതി. എന്നിട്ട് ഞാൻ അവിടുന്ന് റിസൾട്ട് വന്നിട്ടില്ല, ഞാൻ സൗദിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുമ്പം. അങ്ങനെ നാട്ടിലെത്തി 1 വീക്ക് കഴിയുമ്പം എൻ്റെ റിസൾട്ട് വന്നു. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET ക്ലിയർ ചെയ്യാൻ പറ്റി. അതിൽ നിന്ന് ഇതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല. അച്ഛൻ എപ്പോഴും നമ്മുടെ ഉടമ്പടി ധ്യാനത്തിലൊക്കെ പറയുന്നതല്ലേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എൻ്റെ കാര്യത്തിൽ വളരെ സത്യമാണ്. ഞാൻ ചിന്തിക്കുമ്പം ഒത്തിരി ഇംഗ്ലീഷ് എക്സ്പോഷറുള്ളൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഞാൻ. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വന്നിട്ട് കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഫസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ഡിസിഷൻ ലെറ്റർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസിഷൻ ലെറ്ററിനൊക്കെ ഒരു ഓൾമോസ്റ്റ് 6 months ഒക്കെ ചിലർക്കൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രോസസ്സ് ആദ്യമൊക്കെ വളരെ സ്മൂത്തായിരുന്നു. ഒരു 3 monthsനുള്ളിൽ തന്നെ എനിക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടി. അങ്ങനെ ആ സമയത്ത് വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനപ്പോൾ ഉടമ്പടി 3 months കഴിയുമ്പോൾ ശരിക്കും ഉടമ്പടി പുതുക്കേണ്ട ഒരു സമയമായി. ആ സമയത്ത് ഉടമ്പടി പുതുക്കാൻ വരാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ അവിടെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് നഴ്സസിന് അറിയാം നമുക്കങ്ങനെ ഗ്യാപ്പ് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കയറി. അതുകൊണ്ട് തന്നെ കുറച്ച് ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഒരു 7 മാസത്തോളമൊക്കെ ആയി ഉടമ്പടി രണ്ടാമത് എനിക്ക് പുതുക്കാൻ പറ്റിയില്ല. 1-2 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു, അവർ സെലക്റ്റഡ് എന്നൊക്കെ പറയും. പക്ഷേ അതിനുശേഷം ഒരു ഓഫർ ലെറ്ററോ അതിൻ്റെ ഒരു പ്രോസസ്സും പിന്നെ മുന്നോട്ട് നടന്നില്ല. അപ്പം അപ്പോഴാണ് എനിക്ക് ആ ഒരു തിരിച്ചറിവ് ശരിക്കും കിട്ടിയത്. ഞാൻ ഉടമ്പടിയിലാണെന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമോ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള ഇത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പിന്നെ ഉടനെ തന്നെ ഞാൻ വീണ്ടും രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാൻ കൂടുതൽ മാതാവിനോട് അടുക്കുകയും പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ മുടങ്ങാതെ കാണുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ പ്രോസസ്സ് വീണ്ടും സ്മൂത്തായി തുടങ്ങി. അങ്ങനെ ഒരു 3 months കഴിഞ്ഞപ്പം എനിക്ക് ഡയറക്റ്റ് അവിടെ ഒരു അയർലൻഡിലെ ഒരു ഗവൺമെൻറ് ഏജൻസി CPL എന്നാണ്, അവിടുത്തെ ഒരു ഫേമസ് ഏജൻസിയാണ്. ആ ഏജൻസി ത്രൂ എനിക്കൊരു ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പം ഞാൻ മുമ്പുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ പഠിച്ചൊരുങ്ങി പഠിച്ചൊരുങ്ങുന്നതിനോടൊപ്പം തന്നെ അതിലും അപ്പുറം പ്രാർത്ഥിച്ചൊരുങ്ങി. ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പ് ഞാൻ ഇരിക്കുന്ന ടേബിളിൽ ഉടമ്പടി ഉപ്പ് വിതറി, അതുപോലെ കാശുരൂപം എപ്പോഴും ഞാൻ കൂടെ കൊണ്ട് നടക്കുമായിരുന്നു.
അങ്ങനെ ഇൻ്റർവ്യൂ പാനലിലിരിക്കുമ്പം എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് എനിക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റി. ചില സമയത്ത് എനിക്കൊരു ഡൗട്ട്സ് വന്നാലും അവർ നമ്മളെക്കൊണ്ട് ആ ഒരു ആൻസറിലേക്ക് എത്തിക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യും. ആ സമയത്തൊക്കെ എനിക്കത് കിട്ടാതെ വരുമ്പം ഞാൻ കാശുരൂപം മുറുകെ പിടിക്കുമ്പോൾ എനിക്ക് അതിന് എവിടെ നിന്നും അറിയില്ല, ഇനി ഞാൻ കറക്റ്റ് ആ ഒരു ആൻസറിലേക്ക് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്റ്റായി. 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴും ആ സമയത്തൊന്നും എനിക്ക് അവർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടും ഓഫർ ലെറ്റർ കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അതിപ്പോൾ ജെനുവിൻ ആയിരുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആ സമയത്തൊന്നും എനിക്ക് കിട്ടാതിരുന്നത് എൻ്റെ അമ്മ മാതാവ് ഈശോപ്പയും എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അതിലും വലുതായിരുന്നു. ഇതിപ്പം ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഗവൺമെൻറ് ഏജൻസി റിക്രൂട്ട് ചെയ്യുന്ന നല്ലൊരു പൊസിഷനിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു. അതിനുവേണ്ടി മാതാവ് എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പല രീതിയിലുള്ള വിസകൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എക്സാം വിസ അപ്ലൈ ചെയ്തു. ആ സമയത്ത് എക്സാം വിസ റിജക്റ്റായി. ആ റിജക്ഷനൊക്കെ ഇതിൻ്റെ ഒരു റീസണാണ്. കാരണം എക്സാം വിസയ്ക്ക് പോയാലും ഒത്തിരി ഡിഫിക്കൽട്ടീസ് നമ്മളവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതൊന്നുമില്ലാതെ തന്നെ എൻ്റെ മാതാവ് എന്നെ ഏറ്റവും സേഫായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു എൻ്റെ മാതാവ് ഇത്രയും എന്നെ അതിനുവേണ്ടി ഒരുക്കുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് എല്ലാ പേപ്പേഴ്സും നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് കിട്ടേണ്ട ഒരു പേപ്പറുണ്ട്, AWS എന്നാണ് അതിൻ്റെ പേര്. അത് ആ ഒരു സിറ്റുവേഷനിൽ കുറേ ഡിലേ ആയിപ്പോയി. 3 ആഴ്ച കൊണ്ട് കിട്ടേണ്ട ഒരു പേപ്പറായിരുന്നു അത്. പക്ഷെ അതെനിക്കൊരു 2 മന്ത്സായിട്ടും എനിക്ക് കിട്ടിയില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, മാതാവ് എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മിസ്റ്റേക്ക്. അപ്പം ഞാൻ ഒത്തിരി ഇരുന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ കുറച്ച് കുറവായിരുന്നു. ഉടമ്പടിയിൽ മറ്റുള്ളവരൊക്കെ ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പം എല്ലാവരും പറയുന്ന പോലെ ആ ഒരു ഡീപ്പസ്റ്റ് ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വീണ്ടും കൂടുതൽ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാൻ തുടങ്ങി. കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് ആ ഒരു AWS അപ്രൂവായി കിട്ടി. പിന്നീടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് വിസ ആ സമയത്ത് നല്ല ഡിലേ ആയിരുന്നു. ഒരു 1.5 മാസത്തോളമൊക്കെ എടുത്തിട്ടായിരുന്നു എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ എൻ്റെ ആ ഏജൻസി അവിടെ ഓൾറെഡി എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ട്, അതിനുള്ള ഡേറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ AWS കിട്ടുന്നത് ഈ എക്സാം ഡേറ്റിൻ്റെ 1 മന്ത് മുമ്പെയാണ്. പക്ഷെ ആ സമയത്ത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും 1.5 മാസത്തോളം ടൈം എടുക്കുന്നുണ്ട് വിസ അപ്രൂവായി കിട്ടാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും വിസ അപ്രൂവായി കിട്ടത്തില്ല ആ ഒരു സമയത്തിനുള്ളിൽ. കാരണം ഒരു മാസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതിനകത്ത് ഒരു 5 ഡേയ്സ് മുന്നെങ്കിലും നമ്മളവിടെ എത്തണം, അയർലൻഡിൽ എത്തണം. എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് വെച്ചു. എൻ്റെ പേപ്പേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്തു. അത് എനിക്ക് 1 മാസം കൊണ്ട് 1.5 മാസം കൊണ്ടൊക്കെ കിട്ടുന്ന വിസ എനിക്ക് 13 ഡേയ്സ് കൊണ്ട് തന്നെ അപ്രൂവായി കിട്ടി. അപ്പം ഇതെല്ലാം തന്നെ എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും എനിക്ക് വേണ്ടി ഡിലേ ആക്കിയതും എല്ലാം തന്നെ എൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണെന്ന് ഇപ്പം ഈ സന്നിധി നിൽക്കുമ്പോൾ ഞാനത് ഏറ്റു പറയുവാണ്. കാരണം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് നമ്മളെപ്പറ്റി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ ആ സമയത്തൊക്കെ ഡിലേ ആവുന്ന സമയത്ത് ആ സെക്കൻഡ് പ്രോസസ്സ് സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പം ആദ്യത്തെ പോലെയല്ല, ഞാൻ കൂടുതലും മാതാവിനോട് അടുത്തു, ഈശോയോട് അടുത്തു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ ഇനിയിപ്പോൾ ഞാൻ പോകണ്ടെന്നാണ് നിൻ്റെ തീരുമാനം, എങ്കിൽ വേണ്ട, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ലൈഫ് അങ്ങനെയാണ്. എനിക്കിത് ചെയ്തു തരണം എന്ന് വാശി പിടിക്കുകയല്ല, മറിച്ച് എൻ്റെ ഈശോയും മാതാവും എനിക്ക് വേണ്ടി എന്താണോ തരാൻ ഉദ്ദേശിക്കുന്നത് അത് 2 കൈയും നീട്ടി സ്വീകരിക്കുക എന്നുള്ള ആ ഒരു തലത്തിലേക്ക് വളരാനായിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പം ഈ മാസം 9-ാം തീയതി ഞാൻ അയർലൻഡിലേക്ക് ട്രാവൽ ചെയ്യാണ്. എനിക്ക് അവിടെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ജോബുണ്ട്. അപ്പം ദൈവമാതാവും ഈശോപ്പയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ പത്രം ഞാൻ എല്ലാവർക്കും ഈ ബസ് സ്റ്റാൻഡിലും അങ്ങനെയൊക്കെ കൊണ്ട് നടന്ന് എല്ലാവർക്കും കൊടുക്കും.
പിന്നെ ഒരു ലാസ്റ്റ് വരുന്ന ഒരു 1-2 പത്രം എപ്പോഴും ബാഗിലുണ്ടാവും. കാരണം അത് എൻ്റെ കൺമുമ്പിൽ വരുന്ന അത്രയും അത്യാവശ്യക്കാർ എൻ്റെ കൺമുമ്പിൽ വരുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഒരു ബാഗിൽ എപ്പോഴും കരുതുമായിരുന്നു. അങ്ങനെ എനിക്കൊരു 2 അക്രൈസ്തവരെ എനിക്ക് ഈശോയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു. എൻ്റെ 2 ഫ്രണ്ട്സ്, ഒരു കൊച്ചു ഇവിടെ ഓൾറെഡി വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അവൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ അവൾ വന്ന് പ്രാർത്ഥിച്ചു. അവൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ചേച്ചി ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചായിരുന്നു. ഒത്തിരി അവളുടെ ലൈഫിൽ ഒത്തിരി അത്ഭുതങ്ങൾ അവൾ ഇപ്പം ഇങ്ങനെ അവൾക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തൊക്കെ അവൾ അതെല്ലാം എന്നോട് വിളിച്ച് പറയും. അപ്പോൾ അതെനിക്ക് അതൊരു വളരെ വലിയൊരു സന്തോഷമാണ്. കാരുണ്യ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്നേഹഭവനുണ്ട്. അവിടെ ഫുഡ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ അവിടെ കുറേ അന്തേവാസികളുണ്ട്, കുറച്ച് സൈക്യാട്രിക് പ്രോബ്ലംസ് ഉള്ള അന്തേവാസികളാണ്. അപ്പോൾ അവർക്ക് കുളിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അങ്ങനെ വരുമ്പം അവരെ കുളിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൂടാതെ പൊതിച്ചോറ് ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും അതുപോലെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുത്ത് വിതരണം ചെയ്യാറുണ്ട്. ഹോസ്പിറ്റൽസ് വിസിറ്റ് ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും എൻ്റെ കൺമുമ്പിൽ വരുന്നവർക്ക് സഹായം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തന്ന ഓരോ നന്മകൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 18:35. അങ്ങെനിക്ക് രക്ഷയുടെ പരിചയം നൽകി, അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഷിനു ജോഷി, പാലയമാട്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി മാറ്റിയതെന്ന് വളരെ വ്യക്തതയോടുകൂടി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഉടമ്പെടുക്കാനുള്ള സാഹചര്യവും അതുപോലെ തന്നെ തനിക്ക് അയർലൻഡിലേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഓരോരോ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും അത് കൂടുതൽ തിരിച്ചറിവിലേക്ക് കൊണ്ടെത്തിയത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കുറച്ചുകൂടി ഞാൻ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ള ബോധ്യമായിരുന്നു. അതുതന്നെയാണ് ഓരോരോ കാര്യങ്ങളിലും ഡിലേ വരുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഈ മകൾ പ്രേക്ഷിത വേലകൾ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ടുള്ളൊരു തിരച്ചിലേക്ക് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവളുടെ ജീവിതത്തിൽ ഒരു അയർലൻഡിൽ ജോലി ആഗ്രഹിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള ജോലി ഇമാൾക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത്. പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്ദി പറയാം. നിരവധി അനുഗ്രഹങ്ങൾ കൊണ്ടും ഇനിയും പ്രത്യക്ഷീകരണ മാതാവ് ഇവരെ അനുഗ്രഹിക്കട്ടെ എന്നും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളെയും ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിന് നമുക്ക്